അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛനോ? അച്ഛൻ മരിച്ചുപോയി. അപ്പോ എനിക്ക് മമ്മി ഇല്ല, ആന്റിക്ക് അച്ഛനും ഇല്ല. ഒന്ന് കാർ നിർത്തൂ. ആന്റി എന്താ ഇവിടെ ഇറങ്ങിയത്? ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുന്നു. വീട്ടിൽ കയറിട്ട് പോയാ മതി. വേണ്ട മോളെ, നേരം പോയി. വരുന്നേ. ഇനി ഒരിക്കൽ വരാം. എന്നാ നാളെ വരുമോ? അയ്യോ, നാളെ ഞാൻ വീട്ടിൽ പോകും. എന്നാ തിരിച്ചു വരിക? തിങ്കളാഴ്ച. തിങ്കളാഴ്ച വരണം. തീർച്ചയായിട്ടും വരാം. മത്തായിച്ചേട്ടാ, ആന്റിയെ കൊണ്ടുപോയി ഹോസ്റ്റലിൽ വിട്ടിട്ട് വരണം. വേണ്ട മോളെ, ഞാൻ നടന്നു പോയിക്കൊള്ളാം. പോട്ടെ. ആന്റി, ടാറ്റാ. ടാറ്റാ. എന്താ വല്യമ്മേ? ലക്ഷ്മി കുട്ടിക്ക് തീരെ സുഖമില്ല. പ്രസവം അടുത്തിരിക്കുമല്ലേ, അതുകൊണ്ടാ. ഞാൻ തന്ന മരുന്ന് തന്നെ കൊടുത്തേരെ. വേറെ വിശേഷം വല്ലതും ഉണ്ടേലേ പിള്ളേരെ ആരെയെങ്കിലും ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചേരെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് ഡോക്ടർ. ശീല വരുന്ന വഴിയാ. ഏതായാലും കണി കൊള്ളാം. അറക്കണ്ട. ചാണകം വിശുദ്ധിയുടെ പ്രതീകമാണ്. പട്ടണത്തിൽ നിന്ന് വരുന്നതല്ലേ, വേണമെങ്കിൽ ചാണകവെള്ളം തളിച്ച് ഒന്ന് ശുദ്ധീകരിച്ചു കളയാം. എന്റെ മനസ്സിൽ ഒരഴുക്കില്ല, ശരീരത്തിലും. എന്തോ. ആ, ശീല അപ്പുറത്ത് എന്നിരിക്കും. ഞാൻ കൈ കഴുകിയിട്ട് അങ്ങോട്ട് വരാം. നീ എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? ഡോക്ടർ സാർ എന്നാ പേര് മാറ്റിയത്? പേര് മാറ്റിയത്? ദേ നോക്കണം. ഡോക്ടർ കൗതമൻ. കൗ പശു, തമൻ പ്രിയപ്പെട്ടവൻ. പശുവിന് പ്രിയപ്പെട്ടവൻ, അതായത് കാള. നല്ല പേരാ കേട്ടോ. എവിടെ ആ കൈ ഒന്ന് കാണട്ടെ. കാണട്ടടി. ഇത് ചുരണ്ടി ശരിപ്പെടുത്താൻ നീ ഒത്തിരി മെനക്കെട്ടലോടി കൊച്ചേ. വല്ലപ്പോഴും എന്റെ പുറം ചൊറിഞ്ഞു തരാനുള്ള ഈ നഖം കൊണ്ട് നീ എന്തിനാ പണി ചെയ്തത്? വാ. നിനക്ക് എത്ര ദിവസത്തെ ലീവുണ്ട്? ലീവൊന്നുമില്ല, തിങ്കളാഴ്ച പോണം. പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? അത് കൊള്ളാം. ജോയിൻ ചെയ്തിട്ട് 2 ആഴ്ചയായുള്ളൂ. അതിനുള്ളിൽ ലീവ് എടുക്കാൻ പറ്റുമോ? നീ പോയതിനു ശേഷം ഒരു രസവുമില്ല. ലൈഫ് ആകെ ബോറായി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? വിവാഹം കഴിയുന്നവരെ സഹിക്കാതെ പറ്റില്ലല്ലോ. ഉച്ചയ്ക്ക് ഉണ്ണാൻ വീട്ടിലേക്ക് വരുമോ? ഇന്ന് ഒരുപാട് പേഷ്യൻസ് വരുന്ന ദിവസമാ. വൈകിട്ട് വരാം. ഒരു പേഷ്യന്റ് വിളിക്കുന്നു. അതൊരു ഡെലിവറി കേസാ. 3-4 ദിവസമായിട്ട് പെൻഡിങ്ങിലാ. എന്നാ വേഗം ചെല്ല്, ഞാൻ പോണു. അമ്മേ, മോളോ? നീ കരുന്ന വേർച്ച്
കല്യാണത്തിന് ഒരു എഴുത്ത് പോലും അയച്ചില്ലല്ലോടി. അമ്മയെ കണ്ടിട്ട് 2 ആഴ്ചയായില്ലേ, ഓടി വന്ന് കണ്ടേച്ച് പോവാന്ന് കരുതി. നീ വാ. അമ്മ അവിയല് നന്നായിട്ടുണ്ട്, കുറച്ചുകൂടി ഇടമേ. നിനക്കവിടെ ആഹാരമൊന്നും കിട്ടുന്നില്ലേ? ഹോസ്റ്റലിൽ റേഷൻ അല്ലേ അമ്മേ? കാലത്ത് 3 ഇഡ്ഡലി, ഇതാ ഇത്ര സാമ്പാർ. ഉച്ചയ്ക്കോ? ഉച്ചയ്ക്ക് ഊണ്, എന്തെങ്കിലും 2 തരം കറി. നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റില്ലല്ലോ. അതാ നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത്. ജോലിയൊക്കെ എങ്ങനെയുണ്ട് മോളെ? ജോലിയൊക്കെ പരമസുഖ അമ്മ. പിന്നെ ഞങ്ങളുടെ ബോസിനൊരു മോളുണ്ട്, എന്ത് സ്മാർട്ടാണെന്നോ. ബോസ് എന്നാണോ നിന്റെ മുതലാളിയുടെ പേര്? അയ്യോ എന്റെ അമ്മേ, ബോസ് എന്ന് പറഞ്ഞാൽ മുതലാളി എന്നാ അർത്ഥം. അതെയോ? ഓരോരോ ഭാഷകളെ. അമ്മയ്ക്ക് ഇതൊക്കെ അറിയാമോ മോളെ? മുതലാളിക്ക് ഒരു കുട്ടി മാത്രമേ ഉള്ളോ? അതെ, എന്ത് നല്ല കുട്ടിയാണെന്നോ. ശ്രീമോൾ എന്നാ പേര്. പാവം കുട്ടി. അമ്മയുടെ സ്നേഹം എന്താണെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. അതെന്താ? അവളെ പ്രസവിച്ച 5-ാം ദിവസം അമ്മ മരിച്ചു. അപ്പൊ തന്നെ മുതലാളിയെ സൂക്ഷിക്കണം. ഒന്ന് പോകെ ഉദമേട്ട. എടേ, കല്യാണം കഴിഞ്ഞ് 2 വർഷം തികയുന്നതിന് മുമ്പ് ഭാര്യ മരിച്ചു. ടിൽ നൗ നോ സെക്കൻഡ് മാരേജ്. ചെറുപ്പക്കാരൻ സുമുഖൻ, സുന്ദരിയായ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് തൊട്ടു മുന്നിൽ. മനസ്സിൽ ഒരു കൊച്ചു തീപ്പിരി വീണാ പോരെ. ഒരു തീപ്പൊരിയും വീഴില്ല. സാറ് വളരെ നല്ലയാളാ. ഇൻഡീസെന്റ് ആയിട്ട് ഇന്ന് വരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അതെ, പേഴ്സണൽ അസിസ്റ്റന്റിനോട് പേഴ്സണൽ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ട്. പക്ഷെ സാറല്ല, സാറിന്റെ മോളാ. എന്തൊരു ചുണക്കുട്ടിയാണെന്നറിയാമോ? ഞാൻ ജോയിൻ ചെയ്ത ദിവസം അവൾ എന്നെ ഒന്ന് വരട്ടി. നീ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴേ ഞാൻ വരണ്ടിരിക്കുക. കാര്യം? തീപ്പൊരി തന്നെ. വലിയ നഗരം, വലിയ വലിയ ആളുകൾ, പിന്നെ പെണ്ണിന്റെ മനസ്സല്ലേ. മണ്ണിനെ നമ്പലാം, ആന പെണ്ണിനെ നമ്പക്കൂടാതെ എന്നാ പണ്ടേതോ പാണ്ടിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും? മൃഗങ്ങളുമായിട്ടല്ലേ സഹവാസം, അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സ് ഗൗതമേട്ടന് നഷ്ടപ്പെട്ടു എന്നാ എനിക്ക് തോന്നുന്നത്. എടി ബുദ്ധൂസായി, മനുഷ്യനേക്കാൾ വിശ്വസിക്കാവുന്ന മൃഗങ്ങളെയാണ്. അതൊരിക്കലും പെണ്ണിൽ നിന്ന് കുത്തില്ല. നട തുറന്നു, നമുക്കൊന്ന് അമ്പലത്തിൽ കയറിയിട്ട് പോവാം. കൊച്ചിലെ മുതലുള്ള നിന്റെ ഈ ഭക്തിപ്രാന്ത് ഇതുവരെ മാറിയില്ലേ? അതൊരിക്കലും മാറില്ല ചേട്ടാ. ഞാൻ എപ്പോ വിളിച്ചാലും ദേവി വിളി കേൾക്കും. ആ, എന്നാ നീ പോയി വിളിച്ചിട്ട് വാ, ഞാൻ ഇവിടെ ഒന്ന് വിളിച്ചോളാം. അമ്മായിയോടുള്ള സ്നേഹത്തിന്റെ കാര്യമൊന്നും നീ പറയണ്ട ഗൗതമ. മോളെ, നീ ജോലി കിട്ടി പോയതിന്റെ അന്ന് നിന്നെ യാത്രയക്കാൻ വേണ്ടി ഗൗതമ ഇവിടെ വന്നതാ. പിന്നതേ ഇപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്, അതും നീ വന്നതുകൊണ്ട്. 2-3 പ്രാവശ്യം അമ്മയെ കാണാനായിട്ട് ഇറങ്ങിയതാ. അപ്പൊ ഒരു അവിടെ പ്രസവം. പ്രസവോ? ആരാ മോനെ പ്രസവിച്ചത്? മൃഗാശുപത്രിയിലെ കാര്യമാണമ്മേ ചേട്ടൻ പറഞ്ഞത്. ആഹാ, ഞാൻ വിചാരിച്ചു നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും കാര്യമായിരിക്കുമെന്ന്. ആ, ഇന്നലെ ഏട്ടൻ വന്നിരുന്നു. നിങ്ങളുടെ കല്യാണം ഉടനെ നടത്തുമെന്നാ പറയുന്നത്. എടാ ഇങ്ങോട്ട് നോക്ക്. ഇവക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയാ ഇത്രയും ദിവസം നീട്ടിക്കൊണ്ടു പോയത്. അച്ഛനെ, ആള് ജഗച്ചില്ല. ഇവളുടെ ശമ്പളം കൂടി ഇനി മൂപ്പൽസിന്റെ ആയി കിട്ടുമല്ലോ. എന്തിനാ പറയുന്നത്? അമ്മായിയുടെ അല്ലേ ഏട്ടൻ. പോളാടുന്നു. ആ, അടുത്ത മാസം നിശ്ചയം വെച്ച് ചിന്നിച്ച് കല്യാണം നടത്തുന്ന ഏട്ടൻ പറഞ്ഞിരിക്കുന്നത്. അമ്മായി, എന്നെ ഇത്ര ചെറുപ്പത്തിലെ പിടിച്ച് കെട്ടിക്കണോ? ഞാൻ പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യൻസല്ലേ. പയ്യനോ? ആ. നിനക്ക് വയസ്സെത്രയെന്ന് അറിയാമോ? എന്റെ പൊന്നമ്മായി, ഇവളുടെ മുമ്പിൽ വെച്ച് അത് ചോദിക്കല്ലേ, എന്റെ ഗ്യാസ് പോവും. എടാ, നിനക്ക് 4 വയസ്സുള്ളപ്പോ ഞാൻ ഇവിടെ പ്രസവിച്ചതാ. അന്നേ ഏട്ടൻ പറഞ്ഞതാ ഗൗതമന്റെ പെണ്ണ് മുറപ്പെണ്ണ് തന്നേന്ന്. എന്നാ ഞങ്ങളുടെ കല്യാണം ഒന്ന് വേഗം നടത്തിത്താ. പെടക്കാതരാ മരുമാനെ, ഇത് പശുവിന് പേരെടുക്കുന്ന പോലെയൊന്നും അല്ല. നാളും നേരവും ഒക്കെ നോക്കണം. അമ്മായി, ഞങ്ങൾ 2 പേരും കൂടി ഒളിച്ചുപോയി രജിസ്റ്റർ കല്യാണം ചെയ്താൽ എന്തോ ചെയ്യും? ഞാൻ ഈ അടിച്ചതിനകത്ത് കേട്ടതില്ല. പക്ഷെ അച്ഛൻ പറയും, പത്മാവതി, പിള്ളേര് ബുദ്ധിയുള്ളവരാ, കല്യാണ ചെലവ് ലാഭം.
സത്യം പറ, തനിക്ക് എത്ര വയസ്സായിടൂ? എന്തിനാ അറിയുന്നത്? എനിക്ക് വല്ല കല്യാണാലോചനയ്ക്ക് വേണ്ടിയാണോ? ഏയ്, താൻ എന്ന് പെൻഷൻ പറ്റി പോകുന്നെന്ന് അറിയാൻ വേണ്ടിട്ടാ. താൻ പെൻഷൻ പറ്റിയിട്ടേ ഞാൻ പറ്റുകയുള്ളൂ. നളിനു, നീ വിചാരിക്കുന്നത് പോലെ എനിക്കത്ര പ്രായമൊന്നും ആയില്ല. മോളെ, ആന്റി വന്നിട്ടുണ്ട്. കാലത്ത് വന്നു. മോൾ എന്താ വല്ലാതിരിക്കുന്നത്? The delay in completing the work of doors and windows were due to... Good evening, madam. എന്താ മോളെ, എന്ത് പറ്റി? What happened? ശനിയാഴ്ച സ്കൂളിൽ മദേഴ്സ് ഡേയാ. എല്ലാ കുട്ടികളോടും മമ്മിമാരെ വിളിച്ചോണ്ട് വരണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അന്ന് മമ്മിമാരുടെ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ട്. അതിനെന്താ മോളെ, ഡാഡി വരാമല്ലോ. മദേഴ്സ് ഡേക്ക് ഡാഡിയാണോ വരുന്നത്? ഡാഡിയെയും കൊണ്ട് ചെന്ന കുട്ടികളൊക്കെ എന്നെ കളിയാക്കും. മിനിമോളും ഗീതയും സുജിത്തും എല്ലാവരുടെ മമ്മിമാരെ കൊണ്ടുവരുമ്പോ ഞാൻ മാത്രം ഒറ്റക്ക്. എനിക്ക് മമ്മി ഇല്ലാത്തത് കൊണ്ട് ഞാൻ പോകുന്നില്ല ഡാഡി. കരയാതെ, നിന്ന് കരഞ്ഞതുകൊണ്ടല്ലേ ഡാഡിക്ക് വിഷമം തോന്നിയത്? കരയാതെ മോളെ, ശ്രീമോട് പുതിയ മമ്മിയാണോ? അതെ. വരൂ, ശ്രീമോളുടെ മമ്മി മിടുക്കിയാണ്. എന്താ മോളെ, ഇത് ആരാണെന്ന് അറിയാമോ? മോടെ പുതിയ മമ്മിയാണോ? അതെ, വരൂ. മദേഴ്സ് ഡേയിൽ സംബന്ധിക്കാനെത്തിയ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സ്വാഗതം. പരിപാടികൾ ആരംഭിക്കുന്നു. ആദ്യമായി അമ്മമാർക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ. നെക്സ്റ്റ് ഐറ്റം, ലൈൻ ആൻഡ് സ്പൂൺ റേസ്. Next item, musical chair. എനിക്ക് ഹോസ്റ്റലിൽ പോകണം മോളെ. ഇന്ന് അകത്ത് കയറാതെ ഞാൻ വിടില്ല. വാ ആന്റി, വാന്ന്. One, two, three. ഇതെല്ലാം മോൾക്കുള്ളതാ. ഇതെല്ലാം ആന്റിക്ക് കിട്ടിയ സമ്മാനങ്ങളല്ലേ? മോളുടെ മമ്മിയായി വന്നതുകൊണ്ടല്ലേ
ആന്റിക്ക് കോമ്പറ്റീഷൻ ചേരാൻ പറ്റിയത്. സോ ദിസ് ആർ ഓൾ യുവേഴ്സ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഡാഡി, ആന്റി ഇന്ന് എന്റെ കൂടെ സ്കൂളിൽ വന്നു. എന്നിട്ട് 3 കളികൾക്ക് ചേർന്നു. 3-ല് ഫസ്റ്റ്. ആന്റിയെ കണ്ടപ്പോൾ ടീച്ചർമാർ എല്ലാവരും ചോദിച്ചു നിന്റെ പുതിയ മമ്മിയാണോന്ന്. ഞാൻ പറഞ്ഞു അതേന്ന്. മോൾ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? എനിക്ക് മമ്മി ഇല്ലാഞ്ഞിട്ടല്ലേ ഡാഡി? മോളെ നിർബന്ധിച്ചപ്പോ എനിക്ക് അവളുടെ കൂടെ പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. ഐ എം സോറി. Why? I should thank you for entertaining my daughter. വാ ആന്റി, നമുക്ക് മുകളിലേക്ക് പോകാം. ഇല്ല മോളെ, ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ നേരം വൈകും. നേരം പോയാൽ കാറി കൊണ്ടുവിടാം. ഹായ് നായ്ക്കുട്ടി. മോൾ എപ്പോഴും പറയാറില്ലേ ഒരു പോമറേനിയൻ നായ്ക്കുട്ടിയെ കൊണ്ടുവരണമെന്ന്? ഇതെവിടുന്നാ ഡാഡി? നിനക്ക് വേണ്ടി വാങ്ങിയതാ. നേരോ നൈസ് ഡോഗ്. ഞാൻ ഇറങ്ങുന്നു സാർ. ആ കല്യാണിയമ്മേ, ഇതിന് പാല് കൊടുത്തു? ഇല്ല മോളെ. എന്നാ വാ. റീമോളുടെ പുതിയ മമ്മിയാണോ? അതെ. ഡാഡി, നമുക്ക് ആന്റിയെ ഇവിടെ താമസിപ്പിച്ചാലോ? എനിക്ക് ആന്റിയെ വലിയ ഇഷ്ടമായി. ഡാഡി എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. നാളെ ആന്റി എന്നെ പുറത്തു കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിക്കോട്ടെ ഡാഡി? നീ കിടന്നുറങ്ങ. എന്റെ ദൈവമേ. അല്ല, ഓട്ടോറിക്ഷ ഒന്നും ഓടുന്നില്ലേ? ഇല്ല. എന്ത് പറ്റി? ഇന്ന് സമരമാണ്. സമരത്തിനുള്ള കാരണം? ഒരു ഓട്ടോറിക്ഷക്കാരെ ഇൻസ്പെക്ടർ തെറി പറഞ്ഞപ്പം ഇൻസ്പെക്ടർ അയാളുടെ നേരെ കൈയോങ്ങിയതാ കാരണം. അപ്പൊ തല്ലുകൊള്ളാഞ്ഞിട്ടുള്ള സമരമാ? അതെ. ഓരോ കാരണങ്ങളെ. ഒടുക്കത്തെ തിരക്കാ. പെമ്പിള്ളേരെ തലേങ്ങാൻ കണ്ടാ മതി, അപ്പമാര് എത്ര തിരക്കാലും നിർത്തും. ഞെക്കി ഞെരിച്ച് കുത്തി തിരികെ മുട്ടി ഉരുമി നിന്ന ചില ആൾക്കാർക്കൊക്കെ എന്തൊരു സുഖമാണപ്പോ. ഞാനിപ്പോ പെമ്പിള്ളേരെ എവിടെ നിന്ന് കൊണ്ടുവരാനാ? ഞാനിപ്പോ പോണില്ലേ, എനിക്കിപ്പോ സൗകര്യമില്ല. അത് കളാ. 10:30 മണിക്ക് കളക്ടറേറ്റിൽ എത്തേണ്ടതാ. എന്ത് ചെയ്യും ഈശ്വര? കേറണ്ട കേറണ്ട, സ്ഥലമില്ല സ്ഥലമില്ല സ്ഥലമില്ലെന്ന് പറഞ്ഞില്ലേ? അയ്യോ അയ്യോ, എന്റെ അമ്മേ. എന്തിനാ കരയുന്നേ? എന്റെ അച്ഛൻ മരിച്ചുപോയി, എനിക്ക് ഉടനെ വീട്ടിലെത്തണം. ആ കയറ്റിക്കോ. ആരാ ടിക്കറ്റ് എടുക്കാളെ? ടിക്കറ്റ് ഒന്ന് ഒതുങ്ങിക്കേ. ഇരിക്കലോടും അതിനെ കുത്തണോ? ഒന്ന് ഒതുങ്ങി നിൽക്കാൻ അങ്ങോട്ട്. ചേട്ടാ, ടിക്കറ്റ് ടിക്കറ്റ്. അയ്യോ അയ്യോ, എനിക്ക് തല ഇറങ്ങുന്നു. ഞാനിപ്പോ വീഴും. ഒന്നിരുന്നാ കൊള്ളായിരുന്നു. അയ്യോ, എന്താ എന്താ തല ഇറങ്ങുന്നു. ഒന്നിരിക്കണം. അയ്യോ, ഒന്ന് എഴുന്നേറ്റേ. നമ്മളോടാ അച്ഛൻ മരിച്ച വീടറിഞ്ഞ് പോകുന്ന ആളാ. ഒന്നിരിക്കട്ടെ. അച്ഛൻ എന്തായിരുന്നു അസുഖം? കാലത്ത് എഴുന്നേറ്റ് കക്കൂസെ പോയതാ, പിന്നെ എഴുന്നേറ്റിട്ടില്ല. അറ്റാക്ക് ആയിരിക്കും. അല്ല, ഉറ്റാക്ക്. എന്റെ അച്ഛൻ മരിച്ചിട്ട് 10-16 കൊല്ലമായ ആശാനെ. ഒന്നിരിക്കാൻ സ്ഥലം കിട്ടണ്ടേ? എന്റെ ഗ്രേസുകുട്ടി, നിനക്ക് കുന്തം ഒന്ന് തറ വയ്ക്കാൻ നേരം കിട്ടുന്നില്ലല്ലോ. ഇത് കുന്തമല്ല മാറ്റൻ, മൗത്ത് ഓർഗൻ ആണ്. ഞങ്ങൾ കുടുംബത്തോടെ മ്യൂസീഷ്യൻസാ.
ഷീലെ കാണാൻ നാട്ടിൽ നിന്ന് ഒരാൾ വന്നിരിക്കുന്നു.